ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ ബബ്ലു ആദ്യമായിട്ട് പ്രീ സ്കൂളിൽ അങ്കണവാടിയിൽ പോണ ദിവസത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ എൻ്റെ മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വേഗം നീറ്റ് കുളിച്ച് ഫ്രഷായി, ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി കുളിച്ചൊക്കെ സെറ്റായി നേരെ എന്താ പറയുക നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് നീറ്റിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ മെഡിസിൻ കഴിക്കണം, തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റായിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അമ്മ ഓൾറെഡി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നീക്കുമ്പോൾ ഏകദേശം 7:45 8 മണി ആ ടൈമിലാണ് ഞാൻ നീക്കുക. അപ്പോൾ നീറ്റ് കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ തന്നെ അമ്മ ഓൾറെഡി ഫുഡൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മെഡിസിനൊക്കെ കഴിച്ചു. മെഡിസിൻ ഞാൻ ഇപ്പോൾ എപ്പോഴും എൻ്റെ ബാഗിൽ തന്നെ ആയിട്ടാണ് വയ്ക്കാറ്. കാരണം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ബാഗിലാണ് വയ്ക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻസൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും, നമ്മൾ മോയ്സ്ചറൈസറായിട്ട് സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസറും പിന്നെ ഡോക്ടർ ഷീദിൻ്റെ മറ്റേ സെറമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീമാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുന്നേ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നി. ഇപ്പോൾ എൻ്റെ മുഖത്ത് ഓൾറെഡി കുരുക്കൾ പൊന്തണതും അതുപോലെ തന്നെ ഈ പിഗ്മെൻറ്റേഷൻസ് മാറാനും പിന്നെ നമ്മളെ മുഖത്തുള്ള ചെറിയ ചെറിയ കുരുക്കൾ വരുന്നതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ കളറ് എന്താ പറയുക, പണ്ട് കുരു ഉണ്ടായിട്ടുണ്ടായിരുന്ന സ്പോട്ട്സൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് തേക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോയ്സ്ചറൈസറും ക്ലൻസറൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നല്ലാണ്ട് മുഖത്ത് വേറെ ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇടയ്ക്ക് ഞാനൊരു ഫേസ് പാക്ക് ഹണിയും ടർമറിക്കും കൂടിയിട്ട് മഞ്ഞളും കൂടിയിട്ട് കൊടുക്കാറുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ പ്രഗ്നൻസിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാനുള്ളൊരു മൂഡ് ഫസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ ഇങ്ങനെ സ്കിൻ കെയർ ആയിട്ട് ഈ ഒരു ഐറ്റംസൊക്കെ ഒന്ന് തേക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ തേച്ച് സെറ്റായി വന്നു. അപ്പോൾ തന്നെ അമ്മ ഇവിടെ ഓൾറെഡി നേരത്തെ നീട്ടിട്ട് സാമ്പാറും ചട്നിയും പിന്നെ കടച്ചക്ക ഉപ്പേരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉണ്ണിയുടെ കൂടെ പോവുകയാണല്ലോ. അങ്ങനെ അമ്മ ദോശ ചുടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ ചിരവി കൊടുത്തു. ഉണ്ണിക്ക് ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പോർഷൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബബ്ലു നീറ്റു കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് ഇല്ലേ? ഗുഡ് മോർണിംഗ് പറയൂ. ഇന്ന് സ്കൂളിൽ പോവല്ലേ? ബാഗ് ഇട്ടിട്ട് സ്കൂളിൽ പോവല്ലേ? ഗുഡ് മോർണിംഗ്. അത് അമ്മ തേങ്ങ തര വരുന്നു. നീക്കടാ, നീക്കി ഉഷാറായിട്ട് നീക്കി. സ്കൂളിൽ പോണ്ടേ? പുതിയ ഡ്രസ് ഇട്ട് പോണ്ടേ? അപ്പൂസ് എടുത്തന്ന് അൽമാലയിലുണ്ട്, അമ്മ എടുത്തരാം. പുതിയ ബാഗ്, പുതിയ കുപ്പി. വാവ്, പോണ്ടേ? നീക്കി നീറ്റ് വേടാ. ബുക്കിൻ്റെ ആവശ്യമില്ല, ടീച്ചർ ബുക്കൊക്കെ അവിടുന്ന് തരും. സ്ലേറ്റ് നീക്കി വാ വാടാ. നീക്കി 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 നീക്കടാ, നീക്കി. എന്നിട്ട് ബ്രഷൊക്കെ ചെയ്യ്.
നീക്കാൻ തോന്നണില്ലേ? തണവ് കാരണം. തണവ് കാരണം അവൾക്ക് നീക്കാൻ ചെറിയൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പുതപ്പൊക്കെ ഒന്ന് മടക്കി റൂമൊന്ന് സെറ്റ് ചെയ്തിടാൻ വിചാരിച്ചു. എന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്ന് ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടിക്കോട്ടെ. ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ നീക്കും എന്നുള്ളതിൽ ഞാൻ എന്താ പറയുക, നമ്മുടെ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട് നേരെ ജനലൊക്കെ തുറന്നിടാൻ വേണ്ടി നിന്നു കേട്ടോ. നീക്കി നീക്കി പിന്നെ ഞാൻ വിചാരിച്ചു ബാഗൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താൽ അവൾ നീറ്റുള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാഗൊക്കെ തുറന്നപ്പോൾ അലമാരൊക്കെ തുറന്നപ്പോൾ ആൾ നീറ്റ് മൂത്രം ഒഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ നീറ്റ് പൊട്ടിയെടുത്തിട്ട് എന്താ പറയുക യൂറിനേറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് ഈ ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ അന്ന് അപ്പൂസിനൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് അവൻ മേടിച്ചു കൊടുത്തൊരു ബനിയനുണ്ടാവും. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച നമ്മുടെ എന്താ പറയുക ബാഗ്, ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം 300 റുപ്പീസ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സാധനമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതല്ലേ ആവശ്യമുള്ളൂ, നമ്മൾ അംഗനവാടിക്കല്ലേ പോകണം. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഈ ഡിസൈൻ വേണം എന്നൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഇതാ ഇഷ്ടമായത്. അപ്പോൾ ഇതെടുത്തു. പിന്നെ അതേ കുപ്പിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ എടുത്തരാം. എത്ര നേരമായി എടുക്കാൻ ശ്രമിക്കുന്നത്? വെറുതെ അഭിനയിക്കണ്ട. വാവ്, കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകും അല്ലേ? ഇതിൻ്റെ തോളിലിടുന്ന സാധനമൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു അല്ലേ? എങ്ങനെ തുറക്കുക? കാണിച്ചു തുറക്കുക. തുറന്ന് കാണിച്ച നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്താന്ന്. എങ്ങനെ കുടിക്കും നിങ്ങൾ? വെള്ളാക്കിയരാട്ടാന്ന് പോകുമ്പോൾ ആക്കിയരാ. പിന്നെ അവൾ നീറ്റ് പല്ലൊക്കെ തേച്ചു. പിന്നെ അവൾ കുറച്ച് നേരം കളിക്കുമ്പോഴത്തേനും ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശയും ചട്നിയും സാമ്പാറും എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നു. പിന്നെ ഞാൻ അടിച്ചു വാരാൻ ഒക്കെ പോയി. അപ്പോഴത്തേനും അമ്മ അവളെ കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ അമ്മ അല്ലെങ്കിൽ അനിയന്മാരൊക്കെയാണ് കുളിപ്പിച്ചു കൊടുക്കാറ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ കുളിപ്പിച്ചു കൊടുക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കാർട്ടൂണോ നാസ്റ്റിയ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ലൈക്ക് നെസ്റ്റിയ. ആ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിരുന്ന് കാണുകയാണ്. അങ്ങനെ ഇതേ ഫുഡ് ദോശ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് വേഗം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ അലക്കുന്നുണ്ടായിരുന്നു, ഞാൻ വേഗം തുടച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ണിക്ക് കൊണ്ടുപോകാനുള്ള കിണ്ണത്തപ്പാട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് അവൾ തന്നെ ബാഗിലൊക്കെ ആക്കി വെള്ളം കുപ്പിയിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് കൊടുത്തപ്പോൾ അത് വെള്ളമാക്കി കൊടുത്തപ്പോൾ അത് ബാഗിൽ വെക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ്.
അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്തു. ഇപ്പോൾ അവൾ ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ ബേബി റിച്ച് മോയ്സ്ചറൈസിങ് ബേബി ക്രീം ആട്ടോ. ഇതും ഇപ്പോൾ അപ്പൂസ് വന്നപ്പോൾ മേടിച്ചു കൊടുത്തതാണ്. മുന്നേ ഞാൻ സോഫ്റ്റൻസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് പ്രഗ്നൻസി ആയപ്പോൾ ആ സ്മെല്ല് പറ്റാണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ഷിയ ബട്ടറൊക്കെ ഉള്ള നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ അതവൾ തേക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തേച്ചു, മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു, കണ്ണൊക്കെ എഴുതി കൊടുത്തു. ദേ ആൾ സെറ്റായി. പിന്നെ ഞാനും റെഡിയായി. ഇനി അമ്മേനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബാഗൊക്കെ അനിയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. പിന്നെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പാത്രത്തിലാക്കി വെക്കണം. ചെറിയ പീസസ് ആക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ വെച്ചിട്ടാണ്. ഇന്ന് അവിടെ എക്സിബിഷൻ പോലെ നമ്മൾ കുട്ടികളുടെ അമ്മമാർ ഉണ്ടാക്കിയ സാധനങ്ങൾ എക്സിബിഷൻ പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അമ്മ അത് പാത്രത്തിലാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് നടന്നിട്ടാണ് പോകുന്നത്. കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. ഈ ഒരു വീഡിയോ ഒക്കെ അവൾ വലുതാവുമ്പോൾ കാണാനും പിന്നെ വിഷ്ണുവിന് കാണാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. നമ്മുടെ എന്താ പറയുക, പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്തില്ല, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഗൾഫിലിരുന്നിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടാ. ഇതൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ നടന്ന് നമ്മുടെ അങ്കണവാടി എത്തി. ഇനി അങ്കണവാടിയിൽ പ്രോഗ്രാംസ് ആട്ടോ. അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നാമത് അവിടെ 10ാം ക്ലാസ് +2 പാസ്സായ പിള്ളേർക്കുള്ള അനുമോദന ചടങ്ങുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് മുന്നേ പഠിച്ചിറങ്ങിയ അങ്കണവാടിയിലത്തെ പിള്ളേർക്ക് സമ്മാനദാനം ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കുട്ടികൾക്ക് പ്രവേശനോത്സവത്തിന് ഭാഗമായിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള നമ്മുടെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചേച്ചി സമ്പൂർണ്ണ ബൈബിൾ എഴുതിയിട്ട് അത് ആവിഷ്കരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഒരാൾ സമ്പൂർണ്ണ ബൈബിൾ ഇതാക്കുന്നത്. ആ ചേച്ചിയാട്ടെ ഇത്. അപ്പോൾ ആ ചേച്ചിക്കുള്ള ഗിഫ്റ്റ് ദാനം ഉണ്ടായിരുന്നു. അതുപോലെ ആ ചേച്ചിക്ക് എന്താ പറയുക, പുണ്യ നാട്ടിലേക്ക്, വിശുദ്ധ നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അനുമോദിച്ചിട്ടുള്ള ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചേച്ചി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്, ഇത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഏത് ഗ്രന്ഥമായാലും നമ്മൾ പ്രാർത്ഥിക്കണം, അതുപോലെ റീസൈറ്റ് ചെയ്യണം, ഓതണം എന്നൊക്കെയാണ്, പാരായണം ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈശ്വരഭക്തി എന്തായാലും ഏത് മതസ്ഥരായാലും വേണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് പറയുന്നത്. കാരണം പിള്ളേരുടെ സൗണ്ട് കാരണം കറക്റ്റായിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിൽ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ അതേ പിള്ളേർക്കുള്ള ബുക്കും അതുപോലെ തന്നെ ഗിഫ്റ്റും അംഗനവാടി ടീച്ചറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബ്ലുവിനെ ഇപ്പോൾ വിളിക്കും, അങ്ങോട്ട് പോയി നിൽക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്.
അപ്പോൾ ബുക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ അവിടെ ഒരു കുട്ടിയുടെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഒരു ചേച്ചി പാട്ട് പാടിയ, മറ്റേ ബൈബിള് എഴുതിയ ചേച്ചി പാട്ട് പാടിയിട്ടാണ്. പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളൊക്കെ അവിടേക്ക് അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആ ഉണ്ണിക്ക് 3 വയസ്സാവാണ്. ഈ പ്രാവശ്യം അംഗനവാടിയിലുള്ള കുട്ടിയായിട്ടാണ്, ഇനി ബബ്ലുവിൻ്റെ ഫ്രണ്ട് ആവേണ്ട കുട്ടിയാണ്. അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കേക്ക് മുറിച്ചു. ബബ്ലു അവിടുന്ന് അമ്മയുടെ മടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും എല്ലാവരും അവിടെ നിറഞ്ഞു നിൽക്കണ കാരണം ആൾക്ക് അടുത്തെത്താൻ പറ്റിയില്ല. ആ മൂലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ ആൾ ഇവിടെ ഇങ്ങനെ ബെഞ്ചിലിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ലഡുവൊക്കെ കിട്ടി, അവൾക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ എനിക്ക് അത്ഭുതമായത് ഈ കാര്യമാണ്, ഒരു കേക്ക് അവസാന പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ അടുത്ത് അപ്പുറത്തൊരു കുട്ടിയുള്ള കാരണം അവളത് കട്ട് ചെയ്ത് പകുതി ആക്കിയിട്ട് അവൾ കഴിച്ചു. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാട്ടോ. എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി ഞാനത് കണ്ടിട്ട്. സന്തോഷം തോന്നി, സങ്കടം തോന്നി. നമ്മൾ കുട്ടികൾ ഇത്രയും പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. മുട്ട ബിരിയാണി ആയിരുന്നു. അപ്പോൾ അവൾക്ക് മുട്ട ഇഷ്ടമായതുകൊണ്ട് തന്നെ മുട്ട ബിരിയാണി കഴിക്കാൻ ആൾ സെറ്റായിട്ടാണ്. അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ബിരിയാണി റൈസായിട്ട് ഉണ്ടാക്കുന്നതല്ല, നല്ല അരി കൊണ്ടുള്ള ബിരിയാണി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ആളവിടെ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ മുട്ടയാണ് കഴിക്കുക, മുട്ടയാണ് ആളുടെ ഫേവറേറ്റ്. അപ്പോൾ മുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ട് വൈറ്റാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വിഷ്ണുവൊക്കെ വിളിച്ചു കേട്ടോ. അപ്പോൾ അതേ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ട് ടീച്ചറോട് യാത്രയൊക്കെ പറഞ്ഞ് പോന്നു. ഇനി പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ നിന്ന് വീട്ടിലേക്ക് നടന്ന് വരിക കേട്ടോ. അങ്ങനെ നമ്മളെ വീട് എത്താറായി. അപ്പോൾ ബുക്ക് ഇതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ട് നേരെ എന്തൊക്കെ കിട്ടിയെന്നൊക്കെ നോക്കി. അപ്പോൾ ബുക്ക്, കളർ പെൻസില്, നോട്ട്ബുക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ കൊടുത്തയക്കണം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.